നമ്മളിന്ന് ഉണ്ടാക്കിയ സ്പെഷ്യൽ സ്പാനിഷ് ഓംലേറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഫുൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ ഓർമ്മിപ്പിക്കുന്നു. പറ്റിയാൽ ഒന്ന് ഹൈപ്പും ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം എന്നിട്ട് ഇനി അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് അച്ഛനും അമ്മയും കാത്തിരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് സ്പാനിഷ് ഓംലേറ്റ് ആണ്. അധികം വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഒരു സ്പെയിൻ ക്ലാസിക്കൽ ഡിഷ് ആയിട്ടുള്ള സ്പാനിഷ് ഓംലേറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഉള്ളി, കുറച്ച് സ്പിനാച്ച്, അതായത് ചീര, ഒരു നമ്മുടെ ഉരുളക്കിഴങ്ങ്, പിന്നെ ഇതാണ് സ്പ്രിംഗ് ഓണിയൻ ഉണ്ട്, പിന്നെ ഒരു 3 കോഴിമുട്ട, പിന്നെ ഇവിടെ കുരുമുളകിന്റെ പൗഡർ, ഉപ്പും. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. സ്പ്രിംഗ് ഓണിയൻ മാത്രമേ എക്സ്ട്രാ ചിലപ്പം വീട്ടിൽ ഉണ്ടാവാത്തേ ഉള്ളൂ. ഉള്ളി, ഉരുളക്കിഴങ്ങൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും, ചീരയും. ഓക്കെ, ഇനിയിപ്പം ഈ സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം കേട്ടോ, ഉരുളക്കിഴങ്ങ് മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ കോഴിമുട്ടയാണ് കേട്ടോ പൊട്ടിക്കുന്നത്. ഇതാ കോഴിമുട്ട പൊട്ടിക്കുന്നു. 3 കോഴിമുട്ടയാണ് ഞങ്ങൾ യൂസ് ചെയ്ത്. 1, ഇനി 2 കൂടി പൊട്ടിക്കാനുണ്ട്. ഇവിടെ നമ്മൾ ചീരനെ ചെറുതായിട്ട് അരിയുന്നുമുണ്ട് അതിൻ്റെ കേട്ടോ. ഇവിടെ കോഴിമുട്ട മൊത്തം പൊട്ടിച്ച് കഴിഞ്ഞു. ഒന്നും കൂടി ഉണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കുരുമുളക് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കും അല്ലേ? ഓക്കെ, പാകത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും ആഡ് ചെയ്തു. എന്നിട്ട് ഇനി അത് ബീറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ചീര നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് അതിലേക്ക് ഇട്ടോളൂ. ഇതാ ഓക്കെ, നമ്മുടെ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളിത് ഉരുളക്കിഴങ്ങ് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ നൈസായിരുന്നാൽ ഏറ്റവും നല്ലതാണ്. കിട്ടും. നമ്മൾ ആദ്യം ഇതാ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തു. ഇനി ഒന്ന് ചൂടായിരിക്കണം. ആക്ച്വലി ഇതിനകത്ത് ഒലീവ് ഓയിലാണ് ആഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്ന ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഉരുളക്കിഴങ്ങ് ഇടണ്ടേ? ഓക്കെ ഗൈസ്, നമ്മളിത് ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ ആഡ് ചെയ്തു കേട്ടോ. പിന്നെ അതും കൂടെ ഒന്ന് കുക്കായി വരണം. ഗൈസ്, നമ്മുടെ ഇത് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ചീര ആഡ് ചെയ്യണേ. ഇതാ, ഇനി ചീരയും കൂടി ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടി കാണിച്ചു തരാം. നമ്മുടെ ചീര ഏറെക്കുറെ വെന്തിട്ടുണ്ട്. നമ്മൾ കോഴിമുട്ട ആഡ് ചെയ്യണം കേട്ടോ. ഇനി നമ്മളിനി ടേസ്റ്റിങ്ങിലേക്ക് കയറാൻ പോവാണ്. ഓ പിന്നെന്താ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വേവണം കേട്ടോ.
അതിന് നിങ്ങൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യണം. അതിന് അടച്ചു വെച്ചാൽ മതി. അടച്ചു വെച്ച് വേവിച്ചാൽ കുഴപ്പമില്ല. ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. ഓക്കെ. പിന്നെ ഇതിങ്ങനെ എന്താ യൂട്യൂബിലും ഇതിലൊക്കെ കാണുന്നതിൽ നിന്ന് ഒരു ദിവസമൊക്കെ ഉണ്ടാക്കി നോക്കാം വീട്ടിൽ. ഈസി പരിപാടിയാ. നമ്മുടെ നാട്ടിലേക്കും കഴിച്ചു നോക്കാം. അതെ, പിന്നെന്താ. ഓക്കെ. ഓക്കെ, ചെറിയ പീസ്. നല്ല ചൂടുണ്ട്. കവാൻ അതാ കണ്ടോ, ആവി പാർന്ന് നോക്കൂ. ഇത് തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റും പോകട്ടോ. ആ ചൂടോടെ തന്നെ കഴിക്കണം. ആ എങ്ങനെ? കൊള്ളാം. നല്ലതായിട്ട് ആ ചേരി അതെ, ഉരുളക്കിഴങ്ങൊക്കെ നല്ല. ഇതിൽ നമ്മുടെ കൂണിടും, മഷ്റൂം. അടുത്ത പിടിക്കാം. നാളെ അതൊന്നും ഉണ്ടാക്കി നോക്കാം. ആ ഓക്കെ, അടിപൊളിയായിട്ട് കേട്ടോ ഗൈസ്. വീട്ടിൽ എന്തായാലും ചെയ്ത് നോക്കണം. വെറുതെ ഇങ്ങനെ എല്ലാ ദിവസവും പ്ലെയിൻ ഓംലേറ്റ് ഉണ്ടാക്കുന്നതിന് പകരം സ്പാനിഷ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കും. ഭയങ്കര വേൾഡ് ഫേമസ് സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. രണ്ടാളും ബൈ ബൈ പറഞ്ഞോളൂ. ബൈ. ബൈ.